പ്രൈസ് ലോർഡ്. എവർക്കും സ്നേഹവന്ദനം. ഇത് സദ്വാർത്ത. എവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പുതിയ വർഷത്തിൽ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ കർത്താവ് തന്ന നല്ല സാവകാശത്തിലോട് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യും. സംഭവബഹുലമായ ഒരു വർഷം നമ്മളെ വിട്ട് കടന്നുപോയി. ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. നല്ല നല്ല തീരുമാനങ്ങൾ, നല്ല നല്ല ആഗ്രഹങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞു. വിവിധമായ ആഗ്രഹങ്ങളുടെ ബന്ധത്തിൽ നല്ല തീരുമാനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ക്രമീകരിച്ചിരിക്കുകയാണ്. എന്താണ് നല്ല തീരുമാനങ്ങൾ? ഏതാണ് തെറ്റായ തീരുമാനങ്ങൾ? അതിനെയൊക്കെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തെ നിർണയിക്കുന്നത്. 9-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയും: ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. ഒരു ഭക്തൻ പറയുകയാണ്, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കും, ആരാധിക്കും. ഈ പുതിയ വർഷത്തിൽ വിവേകപൂർണമായ തീരുമാനമാണ് നമ്മുടെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നത്. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ മറ്റുള്ള വ്യക്തികളുടെ കാര്യങ്ങൾ എനിക്കറിയില്ല, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കും. അതെന്റെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, ഏതെല്ലാം പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിൽ അഭിമുഖീകരിച്ചാലും ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട്, ഞാൻ ദൈവത്തിൽ തന്നെ ആശ്രയിക്കും, ദൈവത്തെ ആരാധിക്കും. അത് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കും. ആയത് മാത്രമല്ല, പറയുകയാണ്, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും. കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞൊരു വർഷക്കാലം അല്ല, ഞാൻ ജനിച്ച നാൾ മുതൽ എന്നെ ഇതുവരെയും കൊണ്ടുവന്ന ദൈവത്തിന്റെ വലിയ കൃപ, ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളാലാണ് ഞാൻ ഇതുവരെ ഇവിടെ എത്തിയിരിക്കുന്നത്. ആയതുകൊണ്ട് ആ അത്ഭുതങ്ങളെ ഞാൻ മറ്റുള്ളവരോട് പങ്കുവെക്കും, വർണ്ണിക്കും, ഞാൻ ആരാധിക്കും ദൈവത്തെ പൂർണ്ണ മനസ്സോടെ. എന്ത് സാഹചര്യങ്ങളായിരുന്നാലും ഞാൻ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കും. ഇതാണ് ഒരു ഭക്തന്റെ തീരുമാനമാണ്. വിവേകപൂർണമായ തീരുമാനങ്ങൾ നമ്മുടെ വിജയത്തിലേക്ക് നമ്മളെ കൈപിടിച്ചു നിർത്തുകയാണ്. എന്തൊക്കെയാണ് വിവേകപൂർണമായ തീരുമാനങ്ങൾ? ദൈവത്തിന്റെ വാക്കിനെ പൂർണ്ണമായി അനുസരിക്കുന്നത് ഏറ്റവും വിവേകപൂർണമായ തീരുമാനമാണ്. അബ്രഹാമിനെ നമുക്കറിയാം. ബൈബിളിൽ വിശ്വാസികളുടെ പിതാവായി നമുക്ക് കണക്കാക്കുന്ന, നമ്മൾ മനസ്സിലാക്കുന്ന അബ്രഹാം വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ട് ഇരുന്ന ഒരു കാലയളവിൽ വിഗ്രഹത്തെ ഉണ്ടാക്കുകയും അതിനെ വിൽക്കുകയും, അങ്ങനെ വലിയ ഒരു ധനികനായിരുന്ന ഈ മനുഷ്യൻ ഒരിക്കൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ദൈവം പറയുന്നു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായി അനുസരിച്ച് ദൈവത്തിന്റെ വാക്ക് കേട്ട് മുന്നോട്ട് ഇറങ്ങിത്തിരിക്കുന്ന അബ്രഹാമിനെ നമുക്ക് കാണുവാൻ കഴിയും. അബ്രഹാമിന്റെ ജീവിതത്തിൽ താൻ വിശ്വാസികളുടെ പിതാവായി തന്നെ ദൈവം അധികമായി അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ദൈവത്തിന്റെ വാക്കിനെ പൂർണ്ണമായി ഏറ്റെടുത്ത് സമർപ്പിച്ച് അനുസരിക്കുവാൻ താല്പര്യപ്പെട്ട യേശുവിന്റെ അമ്മയായ മറിയെ നമുക്കറിയാം. ആ കാലത്ത് യോസഫുമായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പെട്ടെന്ന് ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയുകയാണ്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും,
പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭം ധരിക്കുവാൻ പോവുകയാണ്, നീ ഒരു കുഞ്ഞിനെ ജന്മം നൽകും എന്ന് പറയുമ്പോൾ അത് ഒട്ടും തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനോ അല്ലെങ്കിൽ അത് സ്വീകരിക്കുവാനോ പറ്റുന്ന ഒരു ശബ്ദമല്ലായിരുന്നു, ഒരു ദൂതല്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വാക്കാണ് എന്ന് മനസ്സിലാക്കി ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് സമർപ്പിച്ച് ദൈവത്തിന്റെ വാക്കിനെ അനുസരിക്കുന്ന മറിയെ നമുക്ക് കാണുവാൻ കഴിയും. മറിയയുടെ ജീവിതത്തിൽ ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന് ജന്മം കൊടുക്കുവാൻ മറിയയ്ക്ക് കഴിയും. അതാണ് ജീവിത സാഹചര്യങ്ങളെ നോക്കി നിൽക്കാതെ, പ്രതികൂലങ്ങളെ കണ്ട് പുറകോട്ട് പോകാതെ പൂർണ്ണമായി അനുസരിക്കാൻ തയ്യാറാകുന്നതാണ് വിവേകപൂർണമായ തീരുമാനം. ദൈവത്തിന്റെ വാക്ക് അനുസരിക്കാതെ പോയ യോനയെ നമുക്കറിയാം. അവൻ ദൈവത്തിന്റെ സന്നിധി വിട്ട് ഓടി അകന്ന് അവൻ ഇഷ്ടപ്പെട്ട ഒരു കപ്പൽ കയറി യാത്ര ചെയ്തു. എന്നാൽ ആ തീരുമാനം അവന് മാത്രമല്ലായിരുന്നു പ്രതിസന്ധി ഉണ്ടാക്കിയത്, അവനോട് കൂടെ യാത്ര ചെയ്തിരുന്ന മറ്റുള്ളവർക്കും അത് പ്രതിസന്ധിയിലേക്ക് എത്തപ്പെടുവാനിടയായി. പ്രിയരെ, നമ്മുടെ തീരുമാനങ്ങൾ നമുക്ക് മാത്രമല്ല അത് മറ്റുള്ളവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഇടയാകുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കുക. നമ്മളുടെ വിവേകപൂർണമായ തീരുമാനം ദൈവത്തെ അനുസരിക്കുക, വിശ്വസിക്കുക എന്നുള്ളതാണ്. ഏത് പരിതസ്ഥിതികളിലും ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുക, അത് വിവേകപൂർണമായ തീരുമാനമാണ്. സമയത്തെ അവസരങ്ങളെ ഉപയോഗിക്കുന്നത് വിവേകപൂർണമായ തീരുമാനമാണ്. നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ, നമുക്ക് എത്ര കാലം ഇനിയും മുന്നോട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. ഈ പുതിയ വർഷത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയങ്ങൾ അത് തക്കത്തിൽ ഉപയോഗിക്കാൻ നാം തയ്യാറാകുക. നാളത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുക. നാളത്തേക്ക് ബാക്കി വെച്ചു കഴിഞ്ഞാൽ നാളെ നമ്മൾ ഉണ്ടാകുമോ, അതിന് നമുക്ക് അവസരം ലഭിക്കുമോ എന്നൊന്നും അറിയുകയില്ല. ആയതിനാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നത് വിവേകപൂർണമായ ഒരു തീരുമാനമാണ്. യേശുവിന്റെ കാലത്ത് തിമായിയുടെ മകനായ ബർത്തിമായി, അവൻ അന്ധനായിരുന്നു. എന്നാൽ യേശു ആ വഴി പോകുന്നു എന്ന് കണ്ടിട്ട്, യേശു പോകുന്നു എന്ന ആ വാർത്ത കേട്ട് വലിയ പുരുഷാരത്തിന് നടുവിൽ കേവലം ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ, സാധാരണക്കാരനായ ഈ മനുഷ്യൻ അസാധാരണമായ ഒരു തീരുമാനമെടുത്തു. യേശുവിനെ നിലവിളിച്ചു, യേശുവിനെ വിളിച്ചു, ദാവീദുപുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞു. യേശു അവിടെ നിന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പലരും അവനെ വിലക്കി. സാഹചര്യങ്ങളൊക്കെ അവന് എതിർപ്പായിരുന്നു. അവനെ അടിച്ചമർത്തുവാൻ നോക്കി. എന്നാൽ അവന്റെ തീരുമാനത്തിൽ നിന്ന് അവൻ പുറകോട്ട് പോയില്ല. അതവന്റെ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ, അവന്റെ അന്ധത മാറ്റുവാൻ അത് കാരണമായി തീർന്നു. പ്രിയരെ, ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ കണ്ട് പകച്ചു നിൽക്കാതെ ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ ശ്രമിക്കുക. അത് വിവേകപൂർണമായ തീരുമാനമാണ്. 63-ാം സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത്, ദൈവമേ, നീ എന്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് ഞാൻ നിന്റെ മുഖം അന്വേഷിക്കും. അത് ദാവീദിന്റെ ഒരു തീരുമാനമാണ്. നോക്കൂ, സാഹചര്യങ്ങൾ തനിക്ക് പ്രതികൂലമാണ്. താൻ ഒറ്റപ്പെട്ട് മരുഭൂമിയിലായിരിക്കുന്നു. തന്റെ ജീവിതത്തിൽ കുടിക്കുവാൻ പോലും വെള്ളമില്ലാതെ, അല്ലെങ്കിൽ വല്ലാത്ത വരണ്ട അവസ്ഥയിൽ, താൻ വല്ലാതെ മാനസികമായി തളർന്ന അവസ്ഥയിലും താൻ ദൈവത്തിന്റെ മുഖത്തെ അന്വേഷിക്കുവാൻ താല്പര്യപ്പെടുന്ന, തീരുമാനിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാൻ കഴിയും. ദാവീദിന് അധികകാലം മരുഭൂമിയിൽ നിൽക്കേണ്ടി വന്നില്ല. അവർ കൊട്ടാരത്തിലേക്ക് മടങ്ങി വന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ കണ്ട് പകച്ചു നിൽക്കാതെ അതിവേഗത്തിൽ ദൈവത്തെങ്കിലേക്ക് അടുത്തു വരിക. അത് വിവേകപൂർണമായ തീരുമാനമാണ്. അധികാലത്തെ ദൈവത്തെ
ദൈവത്തിന്റെ മുഖമന്വേഷിക്കുവാനായി, ദൈവത്തെ ആരാധിക്കുവാനായി മറിയ കല്ലറവാതിക്കൽ ചെല്ലുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ജീവിതത്തിൽ ഇരുട്ടുള്ളപ്പോൾ തന്നെയാണ് മറിയ ചെല്ലുന്നത് എന്ന് പറഞ്ഞാൽ എത്ര പ്രതികൂല സാഹചര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് അടുത്തു വരുന്നത് വിവേകപൂർണമായ തീരുമാനമാണ്. ഈ പുതിയ വർഷത്തിൽ ദൈവത്തിലേക്ക് അടുത്തു വരിക, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക, ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുക. സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, താങ്കളെ ഞെരുക്കുന്ന, താങ്കളെ അമർച്ച ചെയ്യുന്ന, അല്ലെ താങ്കളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന രീതിയിലുള്ള ഏത് സാഹചര്യങ്ങളും അതിജീവിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് അടുത്തു വരിക. അത് വിവേകപൂർണമായ തീരുമാനമാണ്. വിവേകപൂർണമായ തീരുമാനം താങ്കളെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനാണ്.